ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ സോളിൽ നിന്നുള്ള മെസ്സേജാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആത്മാവ് എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണെന്ന്, എന്ത് മെസ്സേജാണ് അത് സോൾ ഇപ്പം നിങ്ങളോട് പല തരത്തിലുള്ള സിംറ്റംസിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കത് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പം നമുക്കതൊന്ന് നോക്കാം, എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് സോള് തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ സമയം എന്ത് മെസ്സേജാണ് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. റീ എനർജൈസ് ഇൻ ദ നാച്ചുറൽ വേൾഡ് ആണ്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിങ് വന്നിട്ടുണ്ട്. ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ്. ഒരു കാർഡ് കൂടി എടുക്കാം. Tear down the walls around your heart ആണ്. Give and receive securely and warmth. നമുക്ക് ടാരോ കാർഡ് കൂടി എടുക്കാം. നമുക്ക് ടാരോ കാർഡിൽ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഹൈ പ്രീസ്റ്റസ്, Seven of Pentacles, Three of Pentacles, Queen of Pentacles, Hierophant, the Moon കാർഡ് വന്നിട്ടുണ്ട്. പോട്ടം വന്നിട്ടുള്ള പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് റീ എനർജൈസ് ദ നാച്ചുറൽ വേൾഡ് ആണ്. ലെറ്റ് യുവർ ഇന്നർ ഹണ്ടർ ഓർ ഹൺഡ്രസ് ടേക്ക് റെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരും അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ നേച്ചറുമായിട്ട് കൂടുതലൊന്ന് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും നിങ്ങളുടെ ജോലി തിരക്ക് മൂലമോ ഒക്കെ പ്രത്യേകിച്ച് ഈ നാച്ചുറുമായിട്ട് പ്രകൃതിയുമായിട്ട് ഇടപഴകാനുള്ളൊരു സമയം അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. കാരണം രാത്രിയും പകലും അത്രയും ബിസി ആയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സോള് പറയുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന്, അത്രയും ബിസി ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മരങ്ങളോട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ യാത്രകൾ പോവുക, എന്നിട്ട് വലിയ മരങ്ങൾ, ആല് അതുപോലെയുള്ള എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റീ എനർജൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്ത് ഒരുപാട് എനർജി ഡ്രെയിനായി പോകുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും IT അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, പുറത്ത് ഒരു കാര്യമായിട്ട് ബന്ധമില്ലാതെ ഇരിക്കുന്ന ആൾക്കാരോടുള്ള ഒരു കാർഡാണത്. അവരുടെ സോള് പറയുന്നു നിങ്ങൾ റീ എനർജൈസ് ചെയ്യണം, നിങ്ങൾ യാത്രകൾ ചെയ്യണം, നിങ്ങൾ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിലിരിക്കുക, വൃക്ഷങ്ങളോട് സംസാരിക്കുക, പ്രകൃതിയോട് സംസാരിക്കുക, പൂമ്പാറ്റകളോട് സംസാരിക്കുക, പക്ഷികളോട് സംസാരിക്കുക, പക്ഷികളുടെ ആ ഒരു ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക. നമ്മളുടെ നേച്ചറിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്തതായിട്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പക്ഷികളുടെ ആ ഒരു ശബ്ദം നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ ഈ പ്രകൃതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എനർജൈസ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ഥിരം ഷെഡ്യൂളിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു മരവിപ്പായിരിക്കാം. എല്ലാം ജോലി, ഫുഡ്, ഉറക്കം എന്നുള്ളതല്ലാതെ
അല്ലെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ നമുക്ക് ഒരുപാട് ജോലിഭാരം കൊണ്ട് കിടന്ന് ഫുൾ ടൈം ഉറങ്ങുന്ന ആൾക്കാരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു ശരീരത്തിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ബിസി ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നിർത്തി ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒന്ന് ഈ നേച്ചറുമായിട്ടൊന്ന് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും വനങ്ങളിലേക്ക് യാത്ര പോകാനാണ്, കുറേ മരങ്ങളുള്ള സ്ഥലത്തേക്ക്, വൃക്ഷങ്ങൾ ഇടതൂർന്ന വൃക്ഷങ്ങളുള്ള വലിയ മരങ്ങളുള്ള ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോവുക. അവിടെ ഉള്ള പല ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഇതിൽ തൊട്ട് വന്നിട്ടുള്ള ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അതൊരു ഇന്നർ വോയിസ് ആണ്. നിങ്ങളുടെ സോള് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് അവിടെ വെച്ച് തരും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇത്രയും തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങളുടെ സോളിന് പലപ്പോഴും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ആ സോളിൻ്റെ കമ്മ്യൂണിക്കേഷൻ ശ്രവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. കാരണം അതൊന്ന് ശ്രദ്ധിക്കാനുള്ളൊരു ടൈം ഇല്ല നിങ്ങൾക്ക് എന്നുള്ളതാണ്. അത് നിങ്ങളോട് സംസാരിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല, നിങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നാച്ചുറലുമായിട്ട് കൂടുതൽ ഇടപഴകി ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ കടൽ തീരത്തേക്ക് പോവുക. നിങ്ങൾ കുറേ സമയം നിങ്ങൾ അവിടെ ഒന്ന് ചിലവഴിക്കാൻ ശ്രമിക്കുക. അവിടുത്തെ കടൽ കാറ്റ് ഏൽക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ സോൾ അതൊക്കെ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കാനും മരങ്ങളുടെ ചുവട്ടിലിരിക്കാനും പൂമ്പാറ്റകളെ കാണാനും ഒക്കെ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചെടികളെ കാണാനും ഒക്കെ സോൾ ആഗ്രഹിക്കുന്നു. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സോളിന് പറയാനുള്ളത്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഈസ് കമ്മിങ് ആണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് വരുന്നത്. ഒരുപാട് സക്സസ് വരുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്കത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വരുന്ന വിജയങ്ങളെ ആഘോഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഓരോ വിജയങ്ങളും ആഘോഷിക്കണം എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യേണ്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ ഒരു ചെറിയൊരു നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ മാത്രം വിളിച്ച് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുക. ഒരുപാട് പൈസയൊന്നും ചിലവാക്കാത്തത്. അപ്പോൾ നമ്മളുടെ സക്സസ് എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. പലരും ഇത് ആരും അറിയണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സമയമുണ്ട്. അത് ചിലപ്പോഴൊക്കെ അത് ശരിയാണ് കേട്ടോ. നമ്മളുടെ സക്സസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പറയാവൂ, അല്ലെങ്കിൽ നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാവൂ. നമ്മുടെ പ്ലാനിങ് ആണ് ആരോടും പറയരുത്. അത് നമ്മൾ എന്താണ് ഏത് വഴിയാണ് പോണത്, നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആരോടും പറയാതിരിക്കുക. പക്ഷെ നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് നിങ്ങൾ മൂടി വെക്കേണ്ടതല്ല. അപ്പോൾ നിങ്ങളുടെ സോള് ആ ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം മുഴുവൻ ഒരു ആഘോഷമാക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ സോള് പറയുന്നത്. പിന്നെ അതിൽ 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻഡക്കിൾസ്, അതും ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്ത് ശരിക്കും ക്ഷീണിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളെക്കുറിച്ച് പോലും അധികം ചിന്തിക്കാനുള്ള ഒരു സമയം ഇല്ലാതെ നിങ്ങളെ മറന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഓരോ നിമിഷവും നിങ്ങളെ അറിഞ്ഞ് ജീവിക്കണം എന്നുള്ളത്. നിങ്ങളെ മറന്ന് നിങ്ങൾ ജീവിക്കാതിരിക്കുക, നിങ്ങളെ അറിഞ്ഞ് ജീവിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം, അതിൻ്റെ സക്സസ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഹൃദയത്തിന് എന്തൊക്കെയാണ് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത്, അത് നിങ്ങൾ കൊടുത്തിരിക്കണം. അത് മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ട സന്തോഷങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതൊരു യാത്ര പോവുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു, ചെറിയതായാലും യാത്രകൾ പോകണം എന്ന് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ടാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകാം. നിങ്ങൾ യാത്രകൾ പോവുക. ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ് ആണ്. ബി ബ്രേവ് ആൻഡ് ബി യുവർ സെൽഫ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങളുടെ സോൾ പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ 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 എന്ന് പറയുന്നുണ്ടായിരിക്കണം. അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആ ആൾ സന്തോഷമായിട്ട് ഇരുന്നോട്ടെ, ഞാൻ ഇത്തിരി വിഷമിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പ്ലീസിങ് ചെയ്യുന്ന കാര്യം, അങ്ങനെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളായിരിക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. അല്ല നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരല്ല ഈ ഭൂമിയിൽ. നിങ്ങൾ വന്നത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഇടയ്ക്ക് കുറച്ച് സമയം അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങളായിട്ടിരുന്ന് വേണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നിങ്ങളായിട്ടിരുന്ന് വേണം സ്നേഹിക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായാലും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ആൾക്കാരാണ്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിങ്ങൾ ഓക്കെ പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ വെറുതെ ജീവിക്കുന്നതെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക, നിങ്ങളെ പ്രണയിക്കാൻ ശ്രമിക്കുക. ഒരു പ്രണയിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ലവറിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങൾ ഓരോ കാര്യങ്ങളും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും അങ്ങനെ കാണുക, നിങ്ങളെ പ്രണയിക്കുക. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹവും പ്രണയവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ പ്രണയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്കത് ഇഷ്ടമില്ല, പക്ഷേ ആ ആളിന് അത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ പലപ്പോഴും അത് എതിർക്കാൻ മടിയുള്ളത് കൊണ്ടല്ല, ആളിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമാവില്ല, അപ്പോൾ ആ ആളിൻ്റെ സ്നേഹം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് ജീവിക്കുന്നത്, നമ്മളല്ലാതെ ജീവിക്കുന്നത്, മറ്റുള്ളവരെ കോപ്പി അടിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു ആളിന് ഇന്ന ഒരു കാര്യം ഇഷ്ടമാണ്, അപ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾ മാത്രം ചെകഞ്ഞെടുത്ത് ആ ഒരു ഇഷ്ടങ്ങൾ മാത്രം ചെയ്ത് നമ്മളല്ലാതായി മാറിപ്പോകുന്നു. അപ്പം അത് നിങ്ങളുടെ സോൾ അത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളായിരിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്, അല്ലാതെ മറ്റൊരാളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത്. അപ്പം നിങ്ങളുടെ സോള് പറയുന്നത് നമ്മളായിരുന്ന് നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ധൈര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം, നിങ്ങളായിരിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാകണം. അപ്പോൾ നിങ്ങളായിരിക്കുമ്പോഴാണ് സോൾ യഥാർത്ഥത്തിലുള്ള പവർ നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം സോളിൻ്റെ പവറൊന്നും നിങ്ങൾക്ക് തരൂല. കാരണം നിങ്ങൾ സോളിൻ്റെ പവർ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളുടെ ഉള്ളിലുള്ള സോള് നമ്മളായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് പറയാലോ, സോളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതിനൊരുപാട് കഴിവുകളുണ്ട്. അപ്പം അത് പൂർണ്ണമായിട്ടും നമുക്ക് ആ കഴിവുകൾ തരാത്ത കാര്യം, നമ്മൾ ഈ കഴിവുകൾ കൊണ്ട് നമ്മളെ പരിപോഷിപ്പിക്കാനല്ല, നമ്മളെ സന്തോഷിപ്പിക്കാനല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെയല്ല, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കും. ആ ഒരാളിന് അതാണ് ഇഷ്ടം, അപ്പം കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെടുത്തി അല്ലാതെ നമ്മൾ ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തണം എന്നാണ് സോള് നിങ്ങളോട് പറയുന്നത്. പിന്നെ ടിയർ ഡൗൺ ദ വാൾസ് അറൗണ്ട് യുവർ ഹേർട്ട് ആണ്. ഗീവ് ആൻഡ് റിസീവ് സെക്യൂർലി ആൻഡ് വാംത്ത് ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, ജീവിക്കാനുള്ളൊരു സ്ഥലം, നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിരിക്കാനുള്ളൊരു സ്ഥലം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളായിരിക്കാനുള്ളൊരു സ്ഥലം, നിങ്ങളൊരു ഏറ്റവും സെക്യൂർഡായിട്ട് ഫുൾഫില്ലായിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ഡിവൈനായിട്ട് നിങ്ങളുടെ സോളായിട്ട് നിങ്ങൾക്കത് കൊണ്ടു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അത് ചിലപ്പോൾ നമ്മളെ വീടായിരിക്കാം, അങ്ങനെ എവിടെയാണോ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ ഉടനെ തന്നെ കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ അങ്ങോട്ടും കൂടി കൊടുക്കുക. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ
അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സംരക്ഷിക്കേണ്ടുന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ സംരക്ഷിക്കുക. അവിടുന്ന് അതുപോലെയുള്ള സ്നേഹം തിരിച്ച് നമ്മൾ റിസീവ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യണം. വളരെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളൊരു കഴിവ് നിങ്ങളുടെ സോള് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. വരയ്ക്കാനാകാം, പാടാനാകാം, അഭിനയിക്കാനാകാം, അല്ലെങ്കിൽ എന്ത് കാര്യവും നിങ്ങളുടെ ഉള്ളിൽ ഉള്ള കഴിവുകളെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഹൈറഫൻ്റ് ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫെമിനിൻ മസ്കുലിൻ എനർജി മെർജ് ആകുന്ന ഒരു സമയം കൂടിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. നിങ്ങൾ കുറേ ആൾക്കാർ ചിലപ്പോൾ ഫെമിനൈൻ എനർജി ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, മസ്കുലിൻ എനർജി ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയാണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സ്ത്രീകളിലും പുരുഷനിലും ഇത് രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ ആ ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഹൈറഫൻറ്റും ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. രണ്ടും സ്പിരിച്വൽ ടീച്ചേഴ്സാണ്. ഈ യൂണിവേഴ്സിൻ്റെ പ്രകൃതിയുടെ മെസ്സേജസ് ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഈ സമയം നമുക്ക് പ്രപഞ്ചം പല മെസ്സേജസും തരുന്നുണ്ട്, ദൈവം നമുക്ക് പല മെസ്സേജസും തരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ വേറെ ഒരുപാട് ബിസി ആയിട്ടുള്ള കാര്യം കൊണ്ട് ഈ മെസ്സേജസ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മളായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കിട്ടുന്ന മെസ്സേജസ് ഒക്കെ നമുക്ക് അവർ തരാൻ ശ്രമിക്കുന്ന മെസ്സേജ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പല അനുഗ്രഹങ്ങൾ തരാനുണ്ടായിരിക്കാം, പല അഡ്വൈസുകൾ തരാനുണ്ടായിരിക്കാം. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് കാമായിട്ടിരിക്കണം. നമ്മളെപ്പോഴും ബിസിയാണ്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലും നമ്മുടെ ജോലി തിരക്കിലും ഒക്കെ നമ്മൾ ബിസിയാണ്. ആ ബിസി ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടേണ്ടുന്ന മെസ്സേജസ് അത് നമുക്ക് കിട്ടാത്തത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് കാമായിട്ട്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ പോലും മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ചെയ്യാതെ ഒരു മണിക്കൂറെങ്കിലും വെറുതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ ഒരിടത്തും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താവും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്തായിരിക്കും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ അതെല്ലാം നിങ്ങൾ വേറൊരാളിൽ നിന്നുമുള്ള ഗൈഡൻസ് എടുക്കണ്ട എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുന്നു കഴിയുമ്പോൾ, വെറുതെ നിങ്ങൾ ഇപ്പോൾ ചിന്തകൾ വന്നോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. വെറുതെ അങ്ങനെ വേറെ ഒന്നിലും ഇല്ലാതെ നിങ്ങൾ ഇരുന്ന് തുടങ്ങുമ്പോൾ ചിന്തകളൊക്കെ പതിയെ 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 മാറിപ്പോകും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. അത് ഇത് ഹയറഫൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശരിക്കും മെരുക്കാൻ പറ്റും, അത് ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് മെരുക്കിയെടുക്കാൻ പറ്റൂലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ മനസ്സിനെ അത് നിങ്ങൾക്ക് കൺട്രോളിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മൂൺ കാർഡാണ്, സൈക്കിക് എബിലിറ്റിയാണ്. അപ്പോൾ ഇതിലും പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം പറ്റാത്തത് നിങ്ങളുടെ ആ ഒരു ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ നിമിത്തമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ നാച്ചുറലിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രകൃതിയിലൂടെയാണ് എല്ലാ മെസ്സേജസും നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും നിങ്ങളുടെ അസെൻഡന്റ് മാസ്റ്റേഴ്സും നമ്മളുടെ പിതൃക്കളും ഒക്കെ നമ്മളുടെ നേരിട്ട് വന്ന് പറയുകയല്ല ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് സ്വപ്നത്തിലൂടെയൊക്കെ നമുക്ക് വന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അങ്ങനെ അവർ തരുന്നത് ഈ പ്രകൃതിയിലൂടെ നമുക്ക് തരും. പല സിംറ്റംസും നമുക്ക് തരും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അത് കിട്ടാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സോൾ പവറിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതാണ്. നമുക്ക് ഇമോഷൻസിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. അത് എല്ലാവർക്കും അങ്ങനെയുണ്ട്. പ്രത്യേകിച്ചും ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല, അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. സ്പിരിച്വൽ അല്ലാത്ത ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. അവർ ഇതിനെപ്പറ്റി നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവരറിയാൻ താല്പര്യപ്പെടുന്നില്ല. അവരെപ്പോഴും ഈ ഭൂമിയിലെ ഇപ്പോൾ ഉള്ള ജീവിതം എങ്ങനെയാണ്,
അവർ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ജീവിക്കുന്നു. ഏറ്റവും നല്ല ഇവിടെയുള്ള നമ്മളുടെ മെറ്റീരിയൽ ലൈഫ് ഏറ്റവും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിക്കുന്നു, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അത് അവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷെ അവർ സ്പിരിച്വൽ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരെ പോലെ നമ്മളാകാത്തതെന്ന് ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നിഗൂഢമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് പല സംശയങ്ങളും വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. ഈ മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് കാണുകയും കേൾക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂഷൻ ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഇതിൽ പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജി ഇതും നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ചില കാര്യങ്ങളിൽ നിങ്ങൾ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക, നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഇതാണ് സോൾ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.